എറണാകുളത്തെ CPM വനിതാ നേതാവിനും CPM MLAയ്ക്കും എതിരായ ആരോപണത്തിൽ കൊമ്പുകോർത്ത് CPM ജില്ലാ സെക്രട്ടറിയും DCC പ്രസിഡന്റും. ഈ ആരോപണങ്ങൾ കോൺഗ്രസ് കെട്ടിച്ചമച്ചതെന്നാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. എന്നാൽ കഥ പുറത്തു വന്നതിന് പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അവക്കുമായ പ്രതികരണം പിൻവലിച്ച് CPM ജില്ലാ സെക്രട്ടറി മാപ്പ് പറയണമെന്നും DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. KJ ഷൈനിനെതിരായ അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നുമായിരുന്നു CPM എറണാകുളം ജില്ലാ സെക്രട്ടറി S സതീഷിന്റെ പ്രതികരണം. എന്നാൽ ഏതോ മഞ്ഞപ്പത്രത്തിലും സമൂഹ മാധ്യമങ്ങളിലും വന്ന വാർത്ത കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കേണ്ടെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. CPM-നകത്തെ അധികാര രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തയുമാണ് ഇതെല്ലാം. അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക? CPM നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറുന്നത് അന്വേഷിക്കേണ്ടത് CPM ജില്ലാ സെക്രട്ടറിയാണ്. അത് പരിഹരിക്കേണ്ടതും CPM ജില്ലാ സെക്രട്ടറിയാണ്. അതിന് കോൺഗ്രസിനെ പഴിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇത്തരം കഥകൾ പുറത്തു വന്നതിനു പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. CPM-ന്റെ അധികാര തർക്കങ്ങൾ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കേണ്ടെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണനും KJ ഷൈനും വിവാദത്തിൽപ്പെട്ടത്. KJ ഷൈന്റെ വീട്ടിൽ നിന്ന് ഭർത്താവും നാട്ടുകാരും ചേർന്ന് MLA പിടികൂടിയെന്നായിരുന്നു ആരോപണം. അതേസമയം തനിക്കെതിരെ നടത്തുന്ന അപവാദ പ്രചാരണത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് KJ ഷൈൻ പറഞ്ഞു. തന്റെ രാഷ്ട്രീയ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള കുപ്രചാരണമാണ് നടക്കുന്നതെന്ന് KN ഉണ്ണികൃഷ്ണൻ MLAയും ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. ജനം, കൊച്ചി.